ദൈവത്തിന്റെ പുസ്തകത്തിൽ നന്മകളെക്കുറിച്ച് നാം പറഞ്ഞതുപോലെ ഈ ആയത്തിൽ പറയുന്നു, മനുഷ്യരോട് നല്ലതായി സംസാരിക്കൂ. പ്രവാചകൻ അവനവന്റെ മേൽ സമാധാനം പറയുന്നു, ഞാൻ നല്ല നന്മകൾ പൂർണ്ണമാക്കാൻ മാത്രമാണ് അയക്കപ്പെട്ടത്. നന്മകൾ മനുഷ്യരുമായി ഇടപഴകുന്നതും ദൈവത്തിലേക്ക് വിളിക്കുന്നതിൽ പോലും നന്മകളുടെ സ്വാധീനവും. നിങ്ങൾ അറിയുന്നവരും നിങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്നവരുമാണ്. നിങ്ങൾ അറിയുന്നു. പ്രചാരകരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് വ്യക്തമായി മനസ്സിലാകും. കാരണം മതത്തിലേക്ക് കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നത് ഇടപഴകുന്നതിലൂടെയാണ്. വാക്കുകളിലൂടെയോ ഉപദേശത്തിലൂടെയോ വായിക്കുന്ന പുസ്തകത്തിലൂടെയോ അല്ല, മറിച്ച് ഒരു ഇടപാട്, ഒരു സംഭവമാണ് അവർ കണ്ടത്. അതാണ് അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയത്. അതിനാൽ നാം മതത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. പ്രചരണം എന്നത് ഒരാൾ ഒരു വാക്ക് പറയുകയോ ഒരു പ്രഭാഷണം നടത്തുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് പ്രചാരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ നിന്റെ നന്മകളും ഇടപാടുകളും ഇതും പ്രചാരണത്തിന്റെ ഭാഗമാണ്. ഇത് ഇസ്ലാമിലേക്ക് ഒരു പോസിറ്റീവ് പ്രചാരണമായിരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഒരു നെഗറ്റീവ് പ്രചാരണമായിരിക്കാം. ജനങ്ങൾ പറയുന്നു, നോക്കൂ മുസ്ലിം എങ്ങനെ പെരുമാറുന്നു എന്ന്. ശരി അല്ലേ? അതിനാൽ മനുഷ്യൻ തന്റെ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീ ഒരു മുസ്ലിമാണ്. നീ ഇസ്ലാം നിന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം. അതുകൊണ്ട് നിനക്ക് ദൈവത്തിന് മുമ്പിൽ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർമ്മിക്കണം. നീ ഇസ്ലാം നിന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം. ചടങ്ങുകൾക്കാളും പ്രവൃത്തികളിലൂടെയുള്ള പ്രചാരണമാണ് കൂടുതൽ ശക്തമായത്. പറയുന്ന വാക്കുകളിലൂടെയുള്ള പ്രചാരണത്തെ നാം ചെറുതാക്കേണ്ടതില്ല. കാരണം വാക്കുകളും സംസാരവും പ്രധാനമാണ്. കാരണം ഇതാണ് ജ്ഞാനം മനുഷ്യരിലേക്ക് എത്തുന്നത്. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നീ ദൈവത്തിന്റെ മതം നിന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ വാക്കുകളില്ലാതെയും അതിന് വലിയ സ്വാധീനം ഉണ്ടാകുന്നു. നിന്റെ വീട്ടിൽ കുട്ടികളെ വളർത്തുമ്പോഴും നീ ദൈവത്തിന്റെ മതത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതാണ് അവരിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. പലപ്പോഴും നീ അവരോടൊപ്പം സംസാരിക്കുന്ന വെറും വാക്കുകളേക്കാൾ. അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധ നൽകുന്നത് വളരെ പ്രധാനമാണ്. മനുഷ്യരോടൊപ്പം നല്ല നൈതികതയോടെ സഹകരിക്കുക എന്നത് ഇസ്ലാം പൂർണ്ണമാക്കാൻ വന്ന ഒരു പ്രധാന വിഷയമാണ്.